ഹലോ, അത് നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ട് അല്ലേ നല്ലത് എന്നാ തിരി. ഹലോ ഗായ്സ്, എന്താണ് വിശേഷം? വി ആർ ഇൻ റഷ്യ. സോ നമ്മൾ ആസ് യൂഷ്വൽ എല്ലാ വർഷവും വിന്റർ വെക്കേഷൻസ് ആണ് നമ്മൾ എടുക്കാറ്, വേറെ വെക്കേഷൻസ് എടുക്കുന്നില്ല. സോ ദിസ് ഇയർ വി കെയിം ടു റഷ്യ. ഇന്നത്തെ ദിവസം 30-ാം തീയതി, ടുഡേ ഈസ് 30th of November. നമ്മൾ ഇന്നലെ എത്തി. സോ ഇത്രയും കാലം ഞാൻ വ്ലോഗ് എടുത്തിട്ടില്ല, ബട്ട് ഐ തോട്ട് ഐ വിൽ ഷോ യു റഷ്യ. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇന്ന് നമ്മൾ പോണത് റെഡ് സ്ക്വയർ, പിന്നെന്താണ് ഗും എന്ന് പറഞ്ഞിട്ടൊരു ലക്ഷറി എന്താണ് മോളാണ്, ആൻഡ് ദെൻ ക്രെംലിൻ. ഇവിടെ മൂന്നുമാണ് വി ആർ ഗോയിങ്. ആൻഡ് പ്രോബബ്ലി ഈ പറയുന്ന സംസാരിച്ചുകൊണ്ട് ഒരു വ്ളോഗ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ല തണുപ്പുണ്ട്. ഇറ്റ് ഈസ് റൈറ്റ് നൗ ഇറ്റ് ഈസ് 1 degree, ബട്ട് സ്റ്റിൽ ഈ പറയുന്ന കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. സോ വാട്ട് ഐ വിൽ ഡു ഈസ്, മറ്റേ താഴെ ഏതൊക്കെയാണെന്ന് ഐ വിൽ റൈറ്റ് ഡൗൺ, ഓർ മേ ബി വോയിസ് ഓവർ പറ്റുമെങ്കിൽ ഇടാം. ഈ വീഡിയോയുടെ അവസാനം വരെ കാണണം. എന്തിനാണ് നമ്മൾ റഷ്യയിലേക്ക് വരാനുള്ള വിസ, നമ്മൾ എങ്ങനെ വന്നു, ആരുടെ കൂടെ വന്നു, ടൂർ പാക്കേജ് ആണോ എടുത്തത്, അല്ല സ്വന്തമായിട്ടാണോ വന്നത്, everything I will let you know in the end of the video. So now let's go and explore Moscow. Доброе утро means good morning. Доброе утро. So today with us is Slava, our driver, and we are going to the heart of Moscow, to Red Square. So we are going to Red Square first. We will walk around. First, we will visit Zaryadye Park. This is the name of the park, Zaryadye Park. അങ്ങനെ ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഞാൻ ടൈപ്പ് ചെയ്ത് കാണിക്കാമെന്നാണല്ലോ പറഞ്ഞത്, പക്ഷേ അത് ടൈപ്പ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് എനിക്കതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലായത്. പിന്നെ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയിൽ പോൾ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതിലും വൻ ടൈറ്റ് കോമ്പറ്റീഷൻ. കുറേ പേര് വോയിസ് ഓവർ ഇടാൻ പറഞ്ഞു, കുറേ പേര് ASMR ഇങ്ങനെ റൈറ്റിംഗ് കൈൻഡ് ഓഫ് വീഡിയോ ആയിട്ട് ഇട്ടാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇടാം. അതായത് കുറച്ച് ഭാഗങ്ങളിൽ ഞാൻ സംസാരിക്കുന്നു, കുറച്ച് ഭാഗങ്ങളിൽ ഞാൻ സംസാരിക്കുന്നില്ല. എങ്ങനെയുണ്ട് ട്രൈ ചെയ്ത് നോക്കാമല്ലോ. സോ ബിഫോർ ഐ സ്റ്റാർട്ട് ഐ വോണ്ട് ടു സേ വൺ മോർ തിങ്. നമ്മുടെ ഈ റഷ്യൻ വ്ളോഗിൽ ഒരു നോർമൽ ഇൻട്രോ ഔട്ട്രോ പരിപാടികളൊന്നും നിങ്ങൾ കാണില്ല. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ വ്ളോഗ് എടുക്കണം എന്നേ മൈൻഡിലില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഇന്നത്തെ വ്ളോഗിൽ ഒരു ഇൻട്രോ ഉണ്ട്, നിങ്ങൾക്ക് ഔട്ട്രോ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന പോലുമില്ല. ഐ ഡോണ്ട് തിങ്ക് ദർ ഈസ് വൺ. ആൻഡ് നെക്സ്റ്റ് വ്ളോഗ് വിൽ ബി പ്രോബബ്ലി സെയിൻറ്റ് പീറ്റേഴ്സ്ബർഗ്. അതിലൊരു ഇൻട്രോയോ ഔട്ട്രോയോ ഇല്ല. അതിന് കാരണം ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് നമ്മുടെ റഷ്യൻ കഥകൾ തുടങ്ങിയാലേ ഇവിടെ. Okay, so basically the first stop is Zaryadye Park. ഈ Zaryadye Park is surrounded by Kremlin, നമ്മുടെ ഫേമസ് സെൻറ്റ് ബേസിൽസ് കത്തീഡ്രൽ, റെഡ് സ്ക്വയർ, പിന്നെ കുറേ ഓർത്തഡോക്സ് ചർച്ചസ് ഉണ്ട് ഒരു സെറ്റ് ഓഫ് ലൈനിൽ. മോസ്കോ റിവർ, ഇതിന് ചുറ്റുമാണ് ഈ Zaryadye പാർക്ക് ഇരിക്കണേ. ആൻഡ് ഇവിടെ ഏറ്റവും കൂടുതൽ റഷ്യൻസ് ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനിറ്റി ബിലീഫ് ഇസ് മോർ ഇൻ ടു ഓർത്തഡോക്സ്. അവർ ഏറ്റവും കൂടുതൽ ഓർത്തഡോക്സ് ആൾക്കാരാണ്. ബൈ ദ വേ, ഒരു ഫൺ ഫാക്റ്റ്, ഇത് ഫൺ ഫാക്റ്റ് ആണോ എന്നൊന്നും എനിക്കറിയില്ല, ഇത് എനിക്കറിയാത്തത് കൊണ്ട് ഞാൻ അതിനെ ഒന്ന് ഫൺ ഫാക്റ്റ് ആക്കി. ഓക്കെ, സോ ബേസിക്കലി നമ്മുടെ മോസ്കോയിൽ, നമ്മളിപ്പം നിൽക്കുന്ന മോസ്കോ ഈസ് ഓൺ ടോപ്പ് ഓഫ് എ ഹിൽ. അതായത് ദർ ഇസ് 7 hills, അങ്ങനെയാണ് ഇവരോട് പറയണത്. ദർ ഇസ് എ ലോട്ട് ഓഫ് ഹിസ്റ്റോറിക് സൈറ്റ്സ്. നമ്മളിപ്പോൾ ഈ കാണാൻ പോകുന്ന ക്രെംലിൻ, റെഡ് സ്ക്വയർ, ഇതെല്ലാം ബൊറോവിറ്റ്സ്കി ഹിൽ, അങ്ങനെ എന്തോ ഒരു ഹില്ലിൻ്റെ പുറത്താണ് സിറ്റുവേറ്റഡ്. ആൻഡ് ദെൻ നമ്മൾ സ്പാരോ ഹിൽ എന്ന് പറഞ്ഞിട്ടൊരു ആ ഒരു ലൊക്കേഷനിലും പോകും. അങ്ങനത്തെ ഒരു 7 ഹില്ലുണ്ട്. അതാണ് മോസ്കോ എന്ന് പറയുന്ന സ്ഥലം. ബേസിക്കലി ഇറ്റ്സ് എൻ എലിവേറ്റഡ് ടെറേൻ. നമ്മുടെ Zaryadye പാർക്കിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഇത് ജസ്റ്റ് ഒരു പാർക്ക് മാത്രമല്ല, ഇവിടെ കറൻ്റ്ലി ദേ ഹോൾഡ് ലൈക്ക് കുറേ മാസ്റ്റർ ക്ലാസ്സസ്, അങ്ങനത്തെ പരിപാടികളൊക്കെ, അത് കൊച്ചു പിള്ളേർക്കും വലിയ ആൾക്കാർക്കും ഒക്കെ ഉള്ള കുറേ മാസ്റ്റർ ക്ലാസ്സൊക്കെ നടത്തുന്നു എന്നാണ് നമ്മുടെ ടൂർ ഗൈഡ് പറഞ്ഞത്. ഓൾസോ ഇവിടെ എൻ്റർടൈൻമെൻറ്റ്സ്, അതായത് കോൺസേർട്ട് ഹാൾസ്, റഷ്യൻ മ്യൂസിക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് റഷ്യൻസ്. സോ അവരുടെ കോൺസേർട്ട്സ്, ബാലെ, അതെല്ലാം ഈ പറയുന്ന Zaryadye പാർക്കിൽ ഉണ്ട്. സോ നമ്മളിപ്പം ബസ്സിൽ റെഡ് സ്ക്വയറിലോട്ടാണ് പോകുന്നത്. ആൻഡ് ഹിയർ ആ ടൂർ ഗൈഡ് സെറ്റ് ദാറ്റ്
അവർ ക്രിസ്മസ് മാർക്കറ്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. ആൻഡ് ഐ എം ആക്ച്വലി വെരി എക്സൈറ്റഡ് ടു സീ ഇറ്റ്. കാരണം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ കണ്ടു. റഷ്യൻ, അതായത് മോസ്കോയിൽ റെഡ് സ്ക്വയറിൽ ക്രിസ്മസ് മാർക്കറ്റ് ഇങ്ങനെ റെഡി ആകുമ്പോൾ ഉള്ള കുറച്ച് വീഡിയോസ് കണ്ടായിരുന്നു. സോ അതൊക്കെ കാണാനായിട്ട് കുറച്ച് എക്സൈറ്റഡ് ആയിട്ട് ഐ എം ഗോയിങ്. നമുക്ക് ക്രിസ്മസ് December 25 ഇവർക്ക്, അതായത് റഷ്യൻസിന് January 7 ക്രിസ്മസ്. ദേ സെലിബ്രേറ്റ് ക്രിസ്മസ്. ഇതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ പണ്ട്, അതായത് എനിക്ക് തോന്നുന്നു യു മൈറ്റ് നോ, ലൈക്ക് കലണ്ടർ വ്യത്യാസമാണ്. ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്നത്, ഈ വേൾഡ് ഫോളോ ചെയ്യുന്നത് ഗ്രെഗോറിയൻ കലണ്ടറാണല്ലോ. പക്ഷേ ഇവർ റഷ്യൻസ് പണ്ട് ആൻഡ് ഓൾസോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവർ ഓർത്തഡോക്സ് ക്രിസ്ത്യൻസ് ആണ്. ഇവർ അങ്ങനത്തെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ. ദേ ഫോളോ ജൂലിയൻ കലണ്ടർ. അങ്ങനെ January 7 ഇവർ ക്രിസ്മസ് ആഘോഷിക്കുന്നത്. ബട്ട് റെവല്യൂഷൻ ഉണ്ടായി, പുതിയ ആൾക്കാർ പഴയ ആൾക്കാർ കൊണ്ടുവന്ന ഒന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് റഷ്യയിലും ന്യൂ കലണ്ടർ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലും ദേ സ്റ്റിൽ, അതായത് ബിക്കോസ് ദേ ആർ ഓർത്തഡോക്സ് ക്രിസ്ത്യൻസ്, അവരിപ്പോഴും നമ്മുടെ പഴയ കലണ്ടറിൽ പിടിച്ചിരിക്കുന്നത് കൊണ്ട് ഡേറ്റ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറി. എന്നാലും അവർ January 7 ക്രിസ്മസ് ആഘോഷിക്കും, December 25 ക്രിസ്മസ് ആഘോഷിക്കും. അത് 2 ക്രിസ്മസ്, യുനോ. And on the left hand side, you can see the main theater of Russia, which is called the Bolshoi Theater. This building with white columns. Yeah, they're still arranging, they're still preparing this square in front of the Bolshoi Theater for Christmas. So it's not opened yet. So in the Bolshoi Theater is very famous for opera and Russian ballet. Opera and Russian ballet. But also close by we have drama theater. So not opera and ballet, but drama theater. And also on the left hand side you can see a building. There is the name in the orange frame, and the name is Sun. This is also, it's not gold, it's true. This is also one of the oldest shopping malls in Russia, and Sun and Guma, the most expensive shopping malls in Moscow nowadays. Also on the left hand side, look at this beautiful building. This is the children department store. The whole shopping mall is just for children. We can say that this is the paradise for children. We even call it Children World. And on the left hand side, this yellow and red building. Have you ever heard about KGB? So the former KGB was located in this yellow and red building. KGB, this is actually the security service, and during the history, people were a little bit afraid when this name was pronounced, because the KGB service was quite serious, and if people were considered to be spies of the country, they were taken here. And that's why we say that this is the building with only one way in and no way out. So you have to be careful what do you say. ഞാൻ വീണ്ടും വന്ന് ഇത് എന്തിനാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടൊരു കാര്യം പറയാൻ വന്നതാണ്. ഇതെനിക്ക് ഭയങ്കര ന്യൂ ഇൻഫർമേഷനായിട്ട് തോന്നിയൊരു കാര്യം. ഐ വോണ്ട് ടു ഷെയർ ഇറ്റ് വിത്ത് യു ഗൈസ്. നമ്മുടെ ടൂർ ഗൈഡ് കുറച്ച് പറയും, ഞാനും ബാക്കി പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുന്ന സ്ട്രീറ്റിൻ്റെ പേരാണ് വെർസ്കയ സ്ട്രീറ്റ്. ഇങ്ങനെയാണ് പ്രൊണൗൺസ് ചെയ്യുന്നത് തോന്നുന്നു, എനിക്കറിയില്ല കറക്റ്റായിട്ട്. പണ്ട് ഈ സ്ട്രീറ്റ് ഇറ്റ് വാസ് വെരി ക്രൗഡഡ് ആൻഡ് ഇറ്റ് വാസ് വെരി നാരോ. ആൻഡ് പണ്ടെന്ന് പറഞ്ഞാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ. ആഫ്റ്റർ ദാറ്റ് നമ്മുടെ സോവിയറ്റ് പവറിൽ വന്നല്ലോ, സോവിയറ്റ് USSR വന്നപ്പോൾ they wanted to make this street much wider and straight. വൈഡർ ആക്കണമെങ്കിൽ നമ്മളൊക്കെ നാട്ടിൽ എന്ത് ചെയ്യും, നമ്മൾ ആ ബിൽഡിങ്ങുകളെ പൊളിച്ചങ്ങോട്ട് കളയും. പക്ഷേ ഇവർ they didn't want to do that because they wanted to preserve these നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഹിസ്റ്റോറിക്കൽ ബിൽഡിങ്സ് ഇവർക്ക് പ്രിസർവ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് you know what they did? And then a unique engineering technology was used. They started to shift buildings, just to move buildings backwards. Some buildings were shifted backwards for 14 meters.
14 മീറ്റർ ഇവർ ബാക്കിലോട്ട് മൂവ് ചെയ്തു എന്ന്. ലൈക്ക് ഇതെന്താണത്? ഇറ്റ് വാസ് സോ ന്യൂ ടു മീ. ലൈക്ക് ആൻഡ് ഈവൻ ഇവർ ഈ ബിൽഡിങ്സ് ബാക്കിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ചില ബിൽഡിങ്സിൽ ആൾക്കാർ വരെ ഉണ്ടായിരുന്നു. ഒന്ന് ആലോചിച്ച് വെക്കണം, നമ്മളൊക്കെ ആ ബിൽഡിങ്ങിൻ്റെ അകത്ത് ഇത് മൂവ് ചെയ്യുമ്പം ലൈക്ക് നമുക്ക് തലയൊക്കെ കറങ്ങുമോ? ലൈക്ക് ഐ ക്യാൻ ഈവൻ ഐ എം വെരി ക്യൂരിയസ് അബൌട്ട് ദിസ്. ലൈക്ക് ഹൗ ഡിഡ് ദേ ഡു ദിസ്? ആൻഡ് ഇത് ബാക്ക് ഇൻ 1939 കാര്യമാണ് പറയണേ. നമ്മളുടെ ഒക്കെ നാട്ടിൽ എന്തുകൊണ്ട് ഇത് ചെയ്യുന്നില്ല? ഇമാജിൻ ഇൻ 1939 ദേ ബ്രോട്ട് ഇൻ ലൈക്ക് റഷ്യ എന്നൊരു രാജ്യം, ദേ ബ്രോട്ട് ഇൻ ദിസ് ടെക്നോളജി വെയർ ദേ മൂവ്ഡ് ദി എൻറ്റയർ ഒരു കുറച്ചധികം ബിൽഡിങ്ങുകൾ ദേ മൂവ്ഡ് ബാക്കിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. ലൈക്ക് ഹൗ? എനിക്കിപ്പോഴും ആ ഒരു ലൈക്ക് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദ ലോജിസ്റ്റിക്സ്, ബട്ട് സച്ച് അടിപൊളി ടെക്നോളജി അല്ലേ? അത് പറയുമ്പോഴും എനിക്ക് ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. നിങ്ങൾക്കത് മനസ്സിലാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. Actually, we even have chronicles in the internet, so that's why if you are interested you can find it. How the buildings in Moscow were shifted in 1935. അങ്ങനെ കഥ പറഞ്ഞ് വി ഹാവ് റീച്ച്ഡ് ദി റെഡ് സ്ക്വയർ. വാട്ട് യു സീയിങ് റൈറ്റ് നൗ ഇസ് ദി ബ്രിഡ്ജ്. റിവറിൻ്റെ അക്രോസ് ഒരു ബ്രിഡ്ജ് ഉണ്ട്. ഇതുവഴി നമുക്ക് റിവർ ക്രോസ് ഒന്നും ചെയ്യാൻ പറ്റില്ല, ജസ്റ്റ് ഒരു ഫോട്ടോഗ്രാഫിക് പരിപാടിക്ക് വേണ്ടിയിട്ടുള്ളൊരു ബ്രിഡ്ജാണ്. ആൻഡ് യു ക്യാൻ ഓൾസോ സീ ദി ബ്യൂട്ടിഫുൾ ഫേമസ് സെൻറ്റ് ബേസിൽസ് കത്തീഡ്രൽ ഫ്രം ദി ഔട്ട്സൈഡ്. നമുക്ക് ഇതിൻ്റെ അകത്ത് പോകണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ സത്യം പറഞ്ഞാൽ ടൈം കിട്ടിയില്ല. വൈ? ബിക്കോസ് ഇത് വളരെ ടൈറ്റ്ലി പാക്ഡ് ആയിട്ടുള്ളൊരു ഡേ ആണ് ഇന്ന്. ആൻഡ് സെൻറ്റ് ബേസിൽസ് കത്തീഡ്രൽ 4 മണിക്ക് ക്ലോസ് ചെയ്യും. സോ നമുക്കകത്ത് കയറി കാണാൻ പറ്റിയിട്ടില്ല. On this side you can see birch forest, which is only with these two kind of trees, birch trees. Here you can see steppe, just small steppe, part of steppe. This is meadow, these northern landscapes here. And the bridge is like that, it's just flying over the river. So let's go to the... and this one, you can see many churches from here. This is the oldest street of Russia. ആഷിഖ് ഇന്ന് എൻ്റെ കൈ ഐസാവും തോന്നുന്നുണ്ട്. നമ്മളിത് ബ്രിഡ്ജിൽ കൂടെ ഇങ്ങനെ നടക്കുന്നു ഗൈസ്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ കമൻറ്റ് ഇട്ടിട്ട് തരാം, അതേ പറ്റൂല. ഇപ്പം തണുത്ത് കൈയൊക്കെ മരവിച്ച് കൈ ഡെഡാണെന്ന് തോന്നുന്നു. ബേബോ, ഇത്ര നേരം കണ്ടിട്ട് എങ്ങനെയുണ്ട്? കൊള്ളാം. ഓൾഡ് സിറ്റി, 900 ഇയേഴ്സ് പഴക്കം. ഫുള്ള് ക്രിസ്മസ് ട്രീയും 2026 വരവേൽക്കാൻ അവർ തയ്യാറായി. So on one side you can see Saint Basil Church. On the other side of Red Square you can see that red building which is History Museum. That is History Museum. So as I said, here on the left you can see Kremlin Wall, and inside the wall can you see that yellow building with the Russian flag on top? So this is exactly the office where the president works. Inside the Kremlin we have two main buildings. The place where he works, department store, which I said is the oldest shopping mall in Russia. In GUM department store you can enjoy Christmas trees, you can enjoy ice cream, there is also like a high class supermarket is there. Some cafes are located in GUM department store. മറ്റേ സിനിമ ഇല്ലേ, ഏത് സിനിമ?
ഇതാണ് ഇവരുടെ ക്രിസ്മസ് മാർക്കറ്റ്. ഈ ക്രിസ്മസ് മാർക്കറ്റിൻ്റെ ബാക്കിലാണ് ഗും. ഗും ഇസ് ദ ലക്ഷറി ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോർ. ഈ ക്രിസ്മസ് മാർക്കറ്റിൻ്റെ അകത്ത് കുറേ നല്ല എന്തൊക്കെയോ പരിപാടികളുണ്ട്. നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അകത്തോട്ട് വരുന്നതായിരിക്കും. നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് നടക്കുകയാണല്ലേ. അത് കഴിഞ്ഞിട്ട് കറങ്ങി ഈ ക്രെംലിൻ്റെ അകത്ത് കയറും. ക്രെംലിനാണ് നമ്മുടെ ഇവിടുത്തെ പ്രസിഡൻറ്റിൻ്റെ ഒഫീഷ്യൽ റെസിഡൻസ് ആൻഡ് പ്രൈവറ്റ് മീറ്റിങ്സ് നടത്തുന്ന സ്ഥലം. നമ്മുടെ ടൂർ ഗൈഡ് പറയുന്നുണ്ടായിരുന്നു ഈ വീക്കിലോ അടുത്ത വീക്കിലോ ഒക്കെ ഏതൊക്കെയോ രാജ്യങ്ങളിൽ നിന്നും ആരൊക്കെയോ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വെച്ച് മീറ്റിംഗ് ഒക്കെ നടത്തും. ഇത് ആശിക്ക് നേരെ ഇങ്ങനെ നടന്നു. Mausoleum is open till 1 o'clock. Maybe if some of you want to visit it and the queue is not big, maybe you can also try to visit it. So, his body for medical maintaining, yes. So they maintain his body for 100 years. So he's like sleeping there, like real one. And behind the mausoleum, you can see some statues. This is like cemetery. There we have graves of leaders of the Soviet. ഇതാണ് ക്രെംലിൻ മോൾ അല്ലേ? ഈ മഞ്ഞ ബിൽഡിംഗ് ആണ് അയാളുടെ റെസിഡൻസ്. അപ്പുറത്തെ സൈഡാന്ന് പറഞ്ഞായിരുന്നു. ഈ ടൂറ് തുടങ്ങിയിട്ട് ഇതിപ്പോൾ സമയം എന്തായി? 2:45. 10 മണിക്ക് തുടങ്ങിയ നടത്തുകയാണ്. ഇപ്പോഴാണ് ഒന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ മുരട്ട് സ്വഭാവം പുറത്തു ഇരിക്കാണ്ട് ഞാൻ ക്രാങ്കി. ഇനി ഈ ടൂറും വേണ്ട, ഒന്നും വേണ്ട. ആ അവസ്ഥയിലെത്തി ഗൈസ്. ഓക്കെ, കുറച്ച് റെസ്റ്റ് എടുത്തിട്ട്
പോട്ടെ. അവരാണെങ്കിൽ അവിടെ എല്ലാവരും കൂടെ എന്തെങ്കിലും സംസാരിച്ചിപ്പുണ്ട്. ഇനി നടക്കണമെന്നില്ല പറഞ്ഞാൽ ഞാൻ പറയും ഇത് പണിയൊക്കെ അമ്പടൂ. അയ്യോ ഓക്കെ. റഷ്യൻ തെരുവുകളിലൂടെ നമ്മളിതാ സഞ്ചരിക്കും. പിന്നെ പാർക്കിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണ് സുഹൃത്തുക്കളെ. തണുത്ത് ഞാനിപ്പോൾ സെറ്റായി, ജാക്കറ്റൊക്കെ ഊരി എന്നെ കാണിച്ചു കൊടുക്ക്. കണ്ട ജാക്കറ്റൊക്കെ കൈ പിടിച്ച നടക്കണം. ഫുൾ റഷ്യൻ വനിതയായി. റഷ്യൻ വനിത എന്ന് പറഞ്ഞപ്പോൾ ആശിക്കാണെങ്കിൽ അതെ സെറ്റായി ഗൈസ്. കയ്യിൽ ഗ്ലൗസ് ഇല്ല, ജാക്കറ്റില്ല. ഇന്ന് തിരിച്ച് ഹോട്ടലിൽ പോകുമ്പോൾ വല്ല അസുഖം വന്ന് കിടന്ന ഓക്കെ ലെറ്റ്സ് ഗോ. ഇതാണ് നമ്മുടെ ഗൈഡ്. കണ്ട നമ്മുടെ ഗൈഡാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർ കയ്യിൽ ഒരു കമ്പം പിടിച്ച് അതിൽ ഹാർട്ടൊക്കെ ഇട്ട് പോവുക. ഇനി ഞാൻ കൈ ഗ്ലൗസിൻ്റെ അകത്തോ ജാക്കറ്റിൻ്റെ അകത്തോ ഇട്ടില്ലെങ്കിൽ എൻ്റെ കൈ ഐസായി പോകും. ഓക്കെ ഗൈസ്, ഇനി നെക്സ്റ്റ് അടുത്ത വിഷ്വലിൽ കാണാം. ഓക്കെ Я нашел. ഈ സാർ ബെല്ലിൻ്റെ അടുത്ത് ദർ ഇസ് എ സാർ കാനൺ ആസ് വെൽ. അതിൻ്റെ ഫോട്ടോസോ വീഡിയോസോ ഒന്നും എൻ്റെ അടുത്തില്ല, സോ ഐ കുഡൻറ്റ് ആഡ് വിത്ത് ദിസ്. ആഫ്റ്റർ ഈ സാർ ബെല്ല് കണ്ടതിന് ശേഷം നമ്മൾ ഈ ചേർച്ചിലേക്കാണ് വന്നത്. ഈ ചേർച്ചിൻ്റെ പേര് ഇതെവിടെയാണെന്ന് പോലും എനിക്കൊന്നും ഓർമ്മയില്ല ഇപ്പോൾ ആലോചിക്കുമ്പോൾ. ബട്ട് ഐ റിമെമ്പർ ഇറ്റ് ഈസ് വെരി ബ്യൂട്ടിഫുൾ. അതായത് നല്ല രസമുള്ളൊരു ചേർച്ചായിരുന്നു ഇത്. ഓൾ ഓഫ് ദീസ് പെയിൻറ്റിങ്സ് ദേ ആർ ഓൾ ഹാൻഡ് പെയിൻറ്റഡ്. അത് റഷ്യൻ ഓർത്തഡോക്സ് പണ്ട് ഇവർക്ക് വലുതായിട്ട് ദേ ഇല്ലിറ്ററേറ്റ് പീപ്പിൾ, സോ ഇവർക്ക് ഇവരുടെ ഫെയ്ത്തിനെ കുറിച്ചൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ദേ ഡിഡ് ദാറ്റ് ത്രൂ ദീസ് ഡ്രോയിങ്സ്. സോ ദേ കെയിം ടു ദീസ് ചേർച്ചസ്. എന്നിട്ട് ഈ ഡ്രോയിങ്സിലൂടെയാണ് ഇവരുടെ പഴയ കഥകൾ പഠിച്ചിരുന്നത് അത്ര. സോ യാ, ആൻഡ് ആഫ്റ്റർ ദിസ് ഐ തിങ്ക് 4:30 ആയി ഈ ചേർച്ചിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും. ആൻഡ് ദെൻ സത്യം പറയട്ടെ, ഐ ആക്ച്വലി വോണ്ടഡ് ടു സ്പെൻഡ് സം മോർ ടൈം ഇൻ റെഡ് സ്ക്വയർ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 10:30 മുതൽ 4:30 വരെ വി വെർ വാക്കിംഗ് ആൻഡ് ആകെ കഴിച്ചത് ഇവരുടെ ഒരു മീറ്റ് പൈ കഴിച്ചു. ദാറ്റ്സ് ഇറ്റ്. ആൻഡ് ഐ റീച്ച്ഡ് എ പോയിൻറ്റ് വെയർ ഞാൻ നേരത്തെ നിങ്ങൾ കണ്ടില്ല, മറ്റേ മുരട്ട സ്വഭാവം പുറത്ത് വന്ന രീതിയിൽ അത്രയ്ക്കത്. കാരണം ഇറ്റ് വാസ് സോ ടയറിങ് ദാറ്റ് ഐ ജസ്റ്റ് വാണ്ടഡ് ടു ഗോ ടു ദ ഹോട്ടൽ ആൻഡ് സ്ലീപ്പ്. സോ 4:30 to 6 നമുക്ക് ടൂർ ഗൈഡ് ഷീ സെഡ് യു ക്യാൻ ഡു വാട്ട് എവർ യു വാണ്ട്, യു ക്യാൻ സീ, നിങ്ങൾക്ക് എന്തെങ്കിലും കാണണമെങ്കിൽ കാണാമെന്നൊക്കെ പറഞ്ഞെങ്കിലും എനിക്കൊരടി പോലും മുമ്പോട്ട് വയ്ക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ അവിടെ തൊട്ടടുത്തുണ്ടായിരുന്നൊരു റെസ്റ്റോറൻറ്റിൽ നമ്മൾ കയറിയിട്ട് ഫുഡ് അടിച്ച് കഴിഞ്ഞതും സമയം 6 മണിയായി. ആൻഡ് ദെൻ വി ഗോട്ട് ബാക്ക് ടു ദ ഹോട്ടൽ ആൻഡ് ദെൻ ലിറ്ററലി ഐ സ്ലെപ്റ്റ് ബിക്കോസ് ഞാൻ പറഞ്ഞില്ല, എനിക്ക് 7 മണി കഴിഞ്ഞ് എനിക്ക് ആക്ച്വലി ഐ വോണ്ടഡ് ടു സ്റ്റേ ദെയർ, ഐ വോണ്ടഡ് ടു ഗെറ്റ് ഇൻ ടു ദീസ് റൈഡ്സ് ആൻഡ് ഓൾ. പക്ഷേ നെക്സ്റ്റ് ഡേ 5 മണിക്ക് നമുക്ക് സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലേക്ക് പോകണം.
അതിന് വേണ്ടിയിട്ട് ഫ്ലൈറ്റ് എടുക്കാനുണ്ട്. ഇനി ഇതും കൂടെ കഴിഞ്ഞ് മെട്രോ പിടിച്ച് തിരിച്ച് നടന്ന് ശേഷിയില്ലായിരുന്നു. സോ ഐ വാസ് ലൈക്ക് ലെറ്റ്സ് ഗോ ഹോം. സോ ഞങ്ങളങ്ങനെ തിരിച്ച് ഹോട്ടലിലേക്ക് വന്ന്. ആൻഡ് ദാറ്റ് വാസ് ആ ഡേ 1 in Moscow. So the next വീഡിയോസ് വിൽ ബി ഫ്രം സെൻറ്റ് പീറ്റേഴ്സ്ബർഗ്. സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ ഒരു ഇൻട്രോ ഒന്നും ഇല്ലാത്ത കാരണം നമ്മൾ ഓൾറെഡി മറ്റേ 5 മണിക്ക് കിറങ്ങിയൊക്കെ ഇരുന്നിട്ടാണ് ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുള്ളത്. കുറച്ച് വീഡിയോസ് ഉണ്ട്. ഐ വിൽ ഷോ ദാറ്റ് ആൻഡ് ഐ വിൽ ടെൽ യു വാട്ട് ഓൾ ഐ ലൈക്ക് ഇൻ സെൻറ്റ് പീറ്റേഴ്സ്ബർഗ്. ആക്ച്വലി എനിക്ക് മോസ്കോനെക്കാട്ടിലും കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത് സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് കേട്ടോ. സോ ഐ വിൽ ഷെയർ ദോസ് വീഡിയോസ് ആസ് വെൽ. സോ ഐ വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അൺടിൽ ദെൻ ടാറ്റ ബൈ.